ഇത് നോക്കല്ലേ മടിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെക് വ്ളോഗ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ടെക് ചെയ്യാൻ പോവുകയാണ്. ഒന്നുമില്ല, നമ്മൾ വി ഹാവ് ബീൻ യൂസിങ് ദിസ് ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന ഈ ഒരു സാധനം നമ്മളൊരു 2 to 3 years ആയത് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ 2 to 3 years ഈ 2026 കടക്കുന്ന ഈ ഒരു സമയത്ത് പോലും സ്റ്റിൽ ഇത് വെർത്താണോ എന്നുള്ളൊരു കംപ്ലീറ്റ് ഇതിൻ്റെ യൂസേജ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആസ് യു സി, നിങ്ങൾ കാണുന്നത് പോലെ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു മോണിറ്റർ ഉണ്ടാവും, 2 മൈക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബോക്സിൽ തന്നെ, ഇതിൻ്റെ ഫുൾ വേർഷൻ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അതേപോലെ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഇപ്പോൾ എല്ലാം USB-C ആണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഫുള്ള് USB-C ആയിരിക്കും. സോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉണ്ട്. മെയിനായിട്ട് 300 മീറ്റർ വരെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മൈക്ക് വരുന്നത് വെറും 9 grams മാത്രമേ. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഇത് വരുന്നത്. ആൻഡ് പിന്നൊരു കാര്യം, നിങ്ങൾക്ക് 40 hours വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയേണ്ടത് തന്നെയാണ്. ഇത്രയും കാലം യൂസ് ചെയ്തതിൽ ഞാൻ കുറഞ്ഞ പ്രാവശ്യം മാത്രമേ ഞാൻ കുത്തിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മൾ യൂസേജ് കഴിഞ്ഞാലും. അപ്പോൾ 40 hours വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരുപാട് ഓപ്ഷൻസ്, സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. കഴുത്തിൽ നമുക്ക് തൂക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെയിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ചെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ നോയിസ് ക്യാൻസലേഷൻ 90 dB to 10 dB വരെ ഇത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ തരുന്നുണ്ട്. പിന്നെ നമുക്ക് 48 Hz 24 bit നമുക്ക് ഹൈഫൈ സൗണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മോണിറ്ററിൽ നിങ്ങൾക്ക് നോബ് കൺട്രോൾ വരുന്നുണ്ട്. 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ലോ, ഹൈ, കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് നോബ് കൺട്രോൾ മോണിറ്ററിൽ ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റിയ സാധനത്തിൽ വരുന്നുണ്ട്. മെയിൻ ഫ്യൂച്ചർ നമുക്ക് 300 മീറ്റർ വരെ ഇതിൻ്റെ ലോങ് സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെറ്റും പോയി. ചെക്ക് കേൾക്കുണ്ടോ? ചാനൽ വരുന്നുണ്ടോ? അപ്പോൾ അത്യാവശ്യം ഹെവി കപ്പാസിറ്റി ഉള്ള സാധനമാണ്. മണലൊക്കെ വീണത്. എപ്പോൾ ഇത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ എടുക്കാൻ വന്നിട്ട് ഇന്ന് തന്നെ ഇത് ഡെഡ് ആവുമെന്ന് തോന്നുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈവനിങ് ആയിട്ട് കേട്ടോ. റേഞ്ച് ഒക്കെ അല്ലേ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇതാണ് ഡിസ്റ്റൻസ്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? വ്ളോഗേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റേഞ്ച് ആണ്. കുഴങ്ങി ഇത്ര അപ്പോൾ റേഞ്ച് സെറ്റാണ് വിചാരിക്കണേ. ഏകദേശം നമ്മളിപ്പോൾ 300 മീറ്റർ പോയിട്ടുണ്ടാവും. ഈ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റഫ് യൂസ് ചെയ്തിട്ടും സ്റ്റിൽ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണ് തോന്നുന്നുണ്ടെങ്കിൽ യു ബെറ്റർ ചൂസ് ദിസ്. അതല്ല വേറെ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കി ഒരു വണ്ടി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓണാക്കി നോക്കട്ടോ. ഓണാക്കി ഇപ്പോൾ നോയിസ് ക്യാൻസലേഷനിലാണുള്ളത്. സ്റ്റിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വല്ലാതെ നോയിസ് ക്യാൻസലേഷൻ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നോയിസ് ക്യാൻസലേഷൻ. യു ഗൈസ് ആർ എ ക്രിയേറ്റർ, അതല്ല എന്നുണ്ടെങ്കിൽ സ്മോൾ ഫേം ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ബെറ്റർ ചൂസ് ദിസ് മൈക്ക്. നിങ്ങൾക്ക് ഒരു 13 രൂപക്കൊക്കെ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ചില സമയത്ത് അത് നല്ല പ്രൈസ് കാണിക്കാറുണ്ട്. പക്ഷേ 13-14 റേഞ്ചിൽ ഈ മൈക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് നോക്കിയിട്ട് എടുക്കുക. ചില സമയത്ത് 16, 17 ഒക്കെ കാണിച്ചിരുന്നു ഇതിൻ്റെ കുറച്ച് മുമ്പ് സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത്. അപ്പോൾ അത് ചൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു അനിയമ്പാവ് ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ചെറിയ മൈക്ക് ഹോളി ലാൻഡിന് തന്നെ. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇഫ് അതൊരു ബെറ്റർ സാധനമാണ് നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചണം, ക്ലിയർ ചെയ്യണം. അല്ലെ 2 years യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു ഗൈസ്. സോ ദിസ് ഈസ് അലിഖാൻ വിത്ത് രാഹുൽ സൈനിങ് ഓഫ്. ബൈ. സോ ഗൈസ്, ഇന്ന് നമുക്ക് ക്യാമറയുടെ ഹെൽപ്പ് ചെയ്തത് അർവയാണ്.
പിന്നെ ഒരു ടെക് വ്ളോഗ് എന്നുള്ളത് സാധാരണ നമ്മൾ ആൾക്കാർ ചെയ്യുന്ന സാധനം ടെക്കൊക്കെ നമ്മൾ ഇരുന്ന് കണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയില്ല, മേ ബി ഞാനാണ് ഫസ്റ്റ് എന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു വ്ളോഗായിട്ട് ടെക് വ്ളോഗായിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും ഫുഡ് വ്ളോഗായിട്ടൊക്കെ ചെയ്യാന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നത് അതുകൊണ്ടാണ്. ആൾക്കാർക്ക് ഇരുന്ന് കണ്ട് എന്താ വേണ്ട ചെടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നടന്ന് ടെക്ക് ചെയ്യാം. അതിലേക്ക് ഒരു വെറൈറ്റി എനിക്ക് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ യൂസ് ചെയ്ത മൈക്ക് ഇതിനെ കുറിച്ച് 2 വാക്ക്. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നമ്മളെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി, നമ്മളെ വീഡിയോസ് ഒക്കെ എല്ലാം എടുത്തിരിക്കുന്ന ഈ മൈക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. സോ ഗൈസ്, നല്ല നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മളത് അങ്ങാടിയിൽ നിന്നൊക്കെ എടുക്കാം, ടൗണിൽ നിന്ന് എടുത്താലും വോയിസ് ആ ക്വാളിറ്റി കിട്ടും. സോ അതാണ് ഗൈസ് ജെന്യൂൻ നമ്മളെ അഭിപ്രായം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ ഈ ചെയ്യണത് തന്നെ ഈ മൈക്കിലാണ്. സോ ഗൈസ്, ഐ ഹോപ്പ് അപ്ഡേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വേറെ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചോട്ടാ ബായി ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു 4-5 റുപ്യ എങ്ങനെ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ. സോ അപ്പോൾ ഗൈസ്, ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.